നമസ്കാരം. തിയേറ്ററിലേക്ക് സ്വാഗതം. രണ്ട് ഭാഗങ്ങളുണ്ട് തിയേറ്ററിൽ. 2025 ജനുവരി മുതൽ ജൂൺ വരെ തിയേറ്ററിലും OTT-യിലുമായി പുറത്തിറങ്ങിയ 100-ലേറെ മലയാള സിനിമകൾ. അതിൽ മികവ് പുലർത്തിയതും ശ്രദ്ധേയമായതുമായ 10 ചിത്രങ്ങൾ തെരഞ്ഞെടുത്ത് അവതരിപ്പിക്കുന്നു. രണ്ടാം ഭാഗത്ത് ഏറ്റവും കൂടുതൽ ജനപ്രീതി നേടിയ തുടരും എന്ന സിനിമയെക്കുറിച്ചും പറയാം. സാങ്കേതിക വിദ്യകളിലെ മികവ്, സാമൂഹ്യ ചിന്ത ഉണർത്തുന്ന തീമുകൾ തുടങ്ങിയവയ്ക്കൊപ്പം പുതിയ തലമുറ സംവിധായകരുടെ ഒഴുക്കുകൂടി ഇവിടെ ചേർത്ത് വെക്കണം. സിനിമ ഒരു ആർട്ട് ഫോം എന്നതിനൊപ്പം ഏറെ പണം മുടക്ക് ആവശ്യപ്പെടുന്ന ഒരു ബിസിനസ് കൂടെയാണ്. അതുകൊണ്ട് തന്നെ എമ്പുരാൻ പോലെയുള്ള ഒരു ബിഗ് ബജറ്റ് ചിത്രം വലിയ വിജയം നേടിയതിനെ പോസിറ്റീവായി തന്നെയാണ് കാണേണ്ടത്. സിനിമാ വ്യവസായ മേഖല ഉണർവ് പ്രാപിക്കുമ്പോൾ കലാപരമായ മികവ് പുലർത്തുന്ന നല്ല സിനിമകളും സൃഷ്ടിക്കപ്പെടും. വലിയ പണം മുടക്കി സിനിമകൾ വിജയിച്ചാൽ വരും നാളുകളിൽ രണ്ടാമൂഴം പോലെയുള്ള ഗംഭീര സിനിമകൾ മലയാളത്തിൽ എത്തുന്നതിന് അത് വഴി തുറക്കും. മലയാളത്തിലെ പ്രതിഭാധനന്മാരായ സംവിധായകർ KG ജോർജും പത്മരാജനും ഭരതനും IV ശശിയുമൊക്കെ സാമ്പത്തിക അനുകൂലാവസ്ഥയുള്ള ഇക്കാലത്ത് ഇല്ലാതെ പോയതിന്റെ സങ്കടവും പങ്കുവയ്ക്കുന്നു. മഞ്ജു വാര്യർ നിർമ്മിച്ച് സനൽകുമാർ ശശിധരൻ സംവിധാനം ചെയ്ത കയറ്റം അഹറാണ് ഒന്നാമതെത്തുന്ന ചിത്രം. മഞ്ജു വാര്യർ തന്നെയാണ് ഈ ചിത്രത്തിലെ നായിക. ഒരു ഹിമാലയ യാത്രയുടെ ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണത്. സനൽകുമാർ ശശിധരൻ സംവിധാനം ചെയ്ത സെക്സി ദുർഗയിലും ചോലയിലുമൊക്കെ സ്ത്രീകൾ ഇരകളായിരുന്നു. എങ്കിൽ ഈ ചിത്രത്തിൽ സ്ത്രീ വേട്ടക്കാരിയാവുകയാണ്. അയത്നലളിതമായ അഭിനയ തികവ് കൊണ്ട് മഞ്ജു വാര്യർ നമ്മളെ കൊതിപ്പിക്കും. ഈ ചിത്രം പ്രേക്ഷകനിലേക്ക് സന്നിവേശിപ്പിക്കുന്ന അടരുകൾ വ്യാഖ്യാനങ്ങളെ വിപുലപ്പെടുത്തുന്നു. രണ്ടാമത്തെ ചിത്രം GR ഇന്ദുഗോപന്റെ 4ഓ 5ഓ ചെറുപ്പക്കാർ എന്ന കഥയിൽ നിന്നും ജ്യോതിഷ് ശങ്കർ സംവിധാനം ചെയ്തൊരുക്കിയ പൊന്മാനാണ്. ഒരു കോമഡി ത്രില്ലർ. ബേസിൽ ജോസഫും ലിജോമോൾ ജോസും നായകരായ ഈ ചിത്രം മിതവരുമാന കുടുംബങ്ങളിലെ സാമ്പത്തിക പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്ന സംഘർഷങ്ങളെ കൊല്ലത്തിന്റെ ഭൂമികയിലൂടെ ചിത്രീകരിച്ചിരിക്കുന്നു. അബിൻ ജോസഫിന്റെ തിരക്കഥയിൽ മുത്തങ്ങ വെടിവെപ്പിനെ ഓർമ്മപ്പെടുത്തുന്ന നരിവേട്ടയാണ് മൂന്നാമത്തെ ചിത്രം. അനുരാജ് മനോഹർ സംവിധാനം ചെയ്ത ഈ ചിത്രം പ്രേക്ഷകന്റെ മനസ്സിനെ പൊള്ളിക്കും. എല്ലാം പെട്ടെന്ന് മറക്കാൻ കൊതിക്കുന്ന മലയാളിയുടെ നെഞ്ചിലേക്കാണ് ആദിവാസി അമ്പെയ്യുന്നത്. ടൊവിനോ തോമസും ചേരനും സുരാജ് വെഞ്ഞാറമ്മൂടും ആര്യ സലീമും ഉൾപ്പെടെ ചിത്രത്തിലെ അഭിനേതാക്കൾ നരിവേട്ടയെ മറവിക്കെതിരെയുള്ള ഒരു പോരാട്ടമാക്കി മാറ്റിയിട്ടുണ്ട്. ഒരു പഴയകാല മലയാള സിനിമയുടെ ത്രെഡിൽ നിന്ന് രൂപപ്പെടുത്തിയ രേഖാചിത്രമാണ് നാലാമത്തെ സിനിമ. ഒരു മിസ്റ്ററി ക്രൈം ഡ്രാമ ചിത്രമാണ് രേഖാചിത്രം. ജോഫിൻ T ചാക്കോയാണ് സംവിധാനം. ആസിഫ് അലിയും അനശ്വര രാജനുമായിരുന്നു മുഖ്യ അഭിനേതാക്കൾ. ഒരു റിയൽ പോലീസ് സ്റ്റോറിയായ റോന്ത് വർത്തമാന കേരളത്തിന്റെ നേരനുഭവങ്ങളുടെ സാക്ഷ്യപത്രമാണ്. ഷാഹി കബീർ സംവിധാനം ചെയ്ത റോന്താണ് 5ാമത്തെ മികച്ച ചിത്രം. മികച്ച നടനുള്ള പുരസ്കാര സാധ്യത ഉയർത്തുന്ന ദിലീഷ് പോത്തന്റെ പ്രകടനത്തിനൊപ്പം തന്നെയുണ്ട് റോഷൻ മാത്യൂസ്. S വിപിന്റെ ആദ്യ ചലച്ചിത്രമായ വ്യസനസമേതം ബന്ധുമിത്രാദികളാണ് 6ാമത്തെ ചിത്രം. ഒരു ഗ്രാമത്തിൽ മരണം കൊണ്ടുവരുന്ന ശുദ്ധഹാസ്യത്തിന്റെ പൂരക്കാഴ്ചയാണ് ചിത്രം. ടെൻഷൻ മൂത്ത് തിരക്ക് പിടിച്ച് എങ്ങോട്ടൊക്കെയോ പാഞ്ഞുവിടുന്ന മലയാളികൾക്ക് ഒരു ഫുൾ ബോഡി മൈൻഡ് സർവീസിന്റെ ഫീൽ ഈ ചിത്രം നൽകും. ടോക്സിക്കായ ബന്ധങ്ങളോടും ബന്ധനങ്ങളായി മാറുന്ന സാമുദായിക മേലധികാരികളോടും നോ പറഞ്ഞ് സ്വന്തം ജീവിതങ്ങളെ ലളിതസുന്ദരമായ സ്വാതന്ത്ര്യത്തിലേക്ക് വഴി നടത്തുന്നുണ്ട് ഈ ചലച്ചിത്രം. അനശ്വര രാജനും അസീസ് നെടുമങ്ങാടും അഭിനയം കൊണ്ട് തിളങ്ങിയ ചിത്രം കൂടിയാണ് വ്യസനസമേതം ബന്ധുമിത്രാദികൾ. അഖിൽ പോളും അനസ് ഖാനും ചേർന്ന് സംവിധാനം ചെയ്ത ആക്ഷൻ ത്രില്ലർ ചിത്രം ഐഡന്റിറ്റിയാണ് 7ാമത്തെ മികച്ച ചിത്രം. ടൊവിനോ തോമസും തൃഷയുമായിരുന്നു മുഖ്യവേഷത്തിൽ. ആകസ്മികമായി എത്തുന്ന ചിലതൊക്കെ ദൈനംദിന ജീവിതത്തിന്റെ താളം തെറ്റിക്കുന്നതും വ്യവസ്ഥാപിത ഭരണ സംവിധാനങ്ങൾ അരികു മനുഷ്യ ജീവിതങ്ങളെ വലിച്ചു കീറുന്നതും ബെൻസിന്റെ കഥയിലൂടെ തരുൺ മൂർത്തി സംവിധാനം ചെയ്ത് അവതരിപ്പിച്ച തുടരും എന്ന സിനിമയാണ്
8ാമത്തെ മികച്ച സിനിമ. മോഹൻലാലും ശോഭനയും പ്രകാശ് വർമ്മയും ബിനു പപ്പുവും ചേർന്ന് അഭിനയിച്ച തുടരും കഴിഞ്ഞ 6 മാസത്തെ സിനിമകളിൽ ഏറ്റവും മികച്ച ജനപ്രിയ ചിത്രം കൂടിയാണ്. ഷോർട്ട് ഫിലിം സംവിധായകനായ ഫാസിൽ റസാഖ് സംവിധാനം ചെയ്ത ആദ്യ ഫീച്ചർ ഫിലിമാണ് തടവ്. അതാണ് 9ാമത്തെ മികച്ച ചിത്രം. ബീന ആർ ചന്ദ്രന് സംസ്ഥാന പുരസ്കാരം ലഭിച്ച സിനിമയാണ് തടവ്. ഒറ്റയായി പോകുന്ന സ്ത്രീത്വത്തിന്റെ വിഹലതകളെ കണ്ണുനീരിനൊപ്പം ചേർത്ത് വെക്കുകയാണ് തടവ്. ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്ത ആലപ്പുഴ ജിംഖാനയാണ് 10ാമത്തെ ചിത്രം. ഒരു സ്പോർട്സ് ചിത്രമാണിത്. നസ്ലനും ലുക്മാൻ അവറാനും അനഘ രവിയും ഒക്കെ അഭിനയിക്കുന്ന ചിത്രത്തിന്റെ പ്രത്യേകത ചിത്രത്തിലാകെയുള്ള ഊർജം പ്രേക്ഷകരിലേക്കും തുളുമ്പുന്നു എന്നത് തന്നെയാണ്. ഗൗതം മേനോന്റെ ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സും മനു സ്വരാജിന്റെ പടക്കളവും വേറിട്ട ചില അനുഭവങ്ങൾ നമുക്ക് സമ്മാനിച്ച ചിത്രങ്ങളാണ്. എക്കാലത്തേക്കുമുള്ള ഒരു ക്ലാസിക് എന്ന വിശേഷണം അർഹിക്കുന്ന ചിത്രങ്ങളൊന്നുമല്ല ഈ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. എന്നാൽ സനൽകുമാർ ശശിധരന്റെ കയറ്റം ചർച്ചയും പുരസ്കാരങ്ങളും ഏറെ ആവശ്യപ്പെടുന്ന നല്ല സിനിമയാണ്. ജീവിതത്തിന്റെ പരുക്കൻ യാഥാർത്ഥ്യങ്ങളിലേക്ക് ക്യാമറ കണ്ണ് തുറന്നു വെക്കുന്നു എന്നതാണ് കഴിഞ്ഞ 6 മാസത്തെ വിളവെടുപ്പിൽ പ്രാധാന്യമർഹിക്കുന്നത്. ദുരഭിമാന കൊലകളും റിയലായ സ്ത്രീ സ്വാതന്ത്ര്യത്തിലേക്കുള്ള സൂചനകളും ഭരണ നിർവഹണ നടത്തിപ്പ് ജോലിക്കാരിലെ ടെററിസവും തീമഴ നനങ്ങി നിൽക്കുന്നവരുടെ ജീവൻ ഭരണ പോരാട്ടങ്ങളുമൊക്കെ അഭ്രപാളികളിലേക്ക് കയറി വരുന്നത് ശുഭസൂചനകളാണ്. വെറുതെ വർണ്ണം വാരി വിതറി മനുഷ്യ പ്രതിസന്ധികളെ ഹബീബി പാടിച്ച് വിഡ്ഢികളാക്കുന്നതിന് പകരം സിനിമയ്ക്കൊപ്പം യാത്ര ചെയ്യാൻ, ഭാരങ്ങൾ ചേർന്ന് വഹിക്കാൻ പുതിയ തലമുറ സംവിധായകർ വഴിയൊരുക്കുന്നതാണ് പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നത്. നല്ല കഥ പറച്ചിൽ രീതികൾ വരുന്നു. വിഷ്വൽ സെൻസുള്ള ന്യൂ ജനറേഷൻകാർ സാങ്കേതിക മികവോടെ സിനിമ പറയുന്നു. സിനിമകൾ നമുക്ക് സമ്മാനിച്ച ഒരു 100,000 സിനിമാ പ്രവർത്തകർക്ക് ബിഗ് സല്യൂട്ട്. ഒപ്പം ഏറ്റവും മികച്ച ജനപ്രിയ ചിത്രം തരുൺ മൂർത്തിയുടെ തുടരും എന്ന സിനിമയെക്കുറിച്ചുള്ള വർത്തമാനം കൂടി അവതരിപ്പിക്കട്ടെ. ശ്രീ തരുൺ മൂർത്തി ഓപ്പറേഷൻ ചാവ ഇറക്കിയപ്പോൾ കയ്യടി നേടിയ സംവിധായകനാണ്. സ്ഥിര വരുമാനവും തൊഴിലുമില്ലാത്തവന്റെ വേദന പ്രേക്ഷകരിലേക്ക് അരിച്ചിറക്കി ജാവയിൽ തരുൺ മൂർത്തി. സൗദി വെള്ളക്കയിലെ ഉമ്മയുടെ ദുഃഖം ആ സിനിമ കണ്ടവരുടെയൊക്കെ നെഞ്ചിൽ ഇപ്പോഴുമുണ്ട്. തുടരും തരുൺ മൂർത്തി ഉറഞ്ഞാടിയ ചിത്രമാണ്. ശരാശരി മനുഷ്യന്റെ വേദനകളെ, കൊച്ചു കൊച്ചു സന്തോഷങ്ങളെ, ചില നന്മകളെ നമ്മിലേക്ക് മൂർത്തി എറിഞ്ഞു തന്നു. ഒരു സംവിധായകന്റെ ഫിലിം മേക്കിങ്ങിലെ സൂക്ഷ്മത, തിരക്കഥയെ വിഷ്വലൈസ് ചെയ്യാനുള്ള ക്രിയേറ്റീവ് തിങ്കിങ്, കഥാപാത്രങ്ങളെയും സന്ദർഭങ്ങളെയും ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അടുക്കി വെക്കാനുള്ള വൈഭവം തരുൺ മൂർത്തി അതിലൊക്കെ വിജയിച്ചിട്ടുണ്ട്. പഴയ മോഹൻലാലിനെ തിരിച്ചു കൊണ്ടുവന്നു എന്നത് ചെറിയ കാര്യമല്ല. മോഹൻലാൽ വെറും ഒരു നടനല്ല. ഇന്ത്യൻ സിനിമയിലെ സിനിമാറ്റിക് പ്രകടനത്തിന്റെ വ്യാകരണത്തെ പുനർനിർവചിച്ച ഒരു പ്രതിഭാസമാണ് അദ്ദേഹം. എങ്ങനെയാണ് ഇത്ര അനായാസമായി അഭിനയിക്കാൻ കഴിയുക? ഏതെങ്കിലും ഒരു അഭിനയ സ്കൂളിലോ രീതിയിലോ അല്ല, മറിച്ച് വികാരങ്ങളുടെ അപൂർവമായ ഒരു രസതന്ത്രമാണ് മോഹൻലാലിന്റെ അഭിനയം. സ്വപ്നങ്ങളെല്ലാം ദുരന്തമായി തീർന്നതിന്റെ വലിയ ഭാരത്തിൽ നായകനായ മോഹൻലാൽ ട്രെയിനിലിരിക്കുന്നു. ഒരു കൊച്ചു പെൺകുട്ടി ബെൻസിനെ നോക്കി പുഞ്ചിരിക്കുന്നു. ബെൻസ് ഷർട്ടിന്റെ ബട്ടൺസിൽ പിടിച്ച് ചിരിക്കുന്നുണ്ട്. വേദനയും പുഞ്ചിരിയും അഭിനയിക്കുന്നില്ല, അദ്ദേഹം ജീവിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വിറയ്ക്കുന്ന ചുണ്ടുകൾ, നനഞ്ഞ കണ്ണുകൾ, നിശബ്ദ നിലവിളി, ഇവയൊക്കെ തുറന്ന വികാരപ്രകടനത്തിന്റെ മെത്തേഡ് ആക്ടിംഗ് അല്ല, അതിനും അപ്പുറത്ത് കൂടുതൽ മൗലികമായ ഒന്നാണ് ഒരു മോഹൻലാൽ രീതി. അഭിനയം ഒരിക്കലും അഭിനയം പോലെ കാണരുത്. അത് നിങ്ങളുടെ ശ്വാസം പോലെ അദൃശ്യമായിരിക്കണം. ഇത് മോഹൻലാലിന്റെ തന്നെ വാക്കുകളാണ്. മോഹൻലാലിന്റെ ഏറ്റവും വലിയ ശക്തികളിൽ ഒന്ന് പ്രതിപ്രവർത്തന പ്രകടനമാണ്. കേൾക്കാനും ഉൾക്കൊള്ളാനും വൈകാരിക ആധികാരികതയോടെ പ്രതികരിക്കാനുമുള്ള കഴിവ്. മറ്റ് അഭിനേതാക്കളും ഒത്തുള്ള രംഗങ്ങളിൽ അദ്ദേഹം സംഭാഷണത്തിലൂടെ മാത്രമല്ല, തൻ്റെ കണ്ണുകളിലൂടെയും നിശബ്ദതയിലൂടെയും നിശ്ചലതയിലൂടെയും അപൂർവ നിമിഷങ്ങളാണ് അദ്ദേഹം സൃഷ്ടിക്കുന്നത്. തുടരും എന്ന സിനിമയിൽ ഓർത്തുവെക്കാൻ ഒത്തിരി മുഹൂർത്തങ്ങളുണ്ട്. താടി വെടിക്കുന്ന സീനിൽ സ്വയം ട്രോളാകാൻ നിന്നു കൊടുക്കുമ്പോഴുള്ള സീനുകളിലെ ഊഷ്മളത പോലും മറക്കാനാകില്ല.
വൈകാരികതയുടെ കൊടുമുടിയിലേക്ക് വഴുതി വീഴുന്ന സമയങ്ങളിൽ നാടകീയമായ മോണോലോഗുകളിലൂടെയല്ല, മറിച്ച് ചില നോട്ടങ്ങൾ, ആശയക്കുഴപ്പങ്ങൾ എന്നിവയിലൂടെയാണ് മോഹൻലാൽ മാനസിക പിരിമുറുക്കങ്ങൾ കാണിക്കുന്നത്. നിശബ്ദതയെയും അഭാവത്തെയും പ്രേക്ഷകരെ അനുഭവിപ്പിക്കുക കൂടി ചെയ്യും അദ്ദേഹം. ഇത് മെയ്സ്നറുടെ അഭിനയ തത്വവുമായി ഒരർത്ഥത്തിൽ അയഞ്ഞ രീതിയിൽ യോജിക്കുന്നുണ്ട്. മോഹൻലാലിനെ യഥാർത്ഥത്തിൽ അതുല്യനാക്കുന്നത് അദ്ദേഹത്തിന്റെ വൈകാരിക വേർപിരിയലാണ്. അഭിനയത്തിൽ മെത്തേഡ് രീതി ഫോളോ ചെയ്യുന്ന അഭിനേതാക്കൾ പലപ്പോഴും അവരുടെ കഥാപാത്രത്തിന്റെ ആഘാതം സ്ക്രീനിന് പുറത്ത് കൊണ്ടുപോകുമ്പോൾ സംവിധായകൻ കട്ട് എന്ന് വിളിക്കുന്ന നിമിഷം മോഹൻലാൽ അത് ഉപേക്ഷിക്കുന്നു. കഥാപാത്രങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടില്ലെന്ന് മോഹൻലാൽ അഭിമുഖങ്ങളിൽ പറയാറുണ്ട്. വരികൾക്കിടയിൽ സംസാരിക്കലിന്റെ ഒരു മാസ്റ്ററാണ് മോഹൻലാൽ. ഇരുവറിൽ മണിരത്നത്തിന്റെ സിനിമ. MGR ആയുള്ള മോഹൻലാൽ പുഞ്ചിരിക്കുന്നു, തലയാട്ടുന്നു, അഭിനന്ദിക്കുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ അവിശ്വാസവും നിശബ്ദമായ ഹൃദയവേദനയും കൊണ്ട് തിളങ്ങുന്നു. മുഖം പുഞ്ചിരിക്കുന്നു, ആത്മാവ് ചോരയൊലിക്കുന്നു. മോഹൻലാൽ തന്റെ ശരീരം നാടക ചലനത്തിനല്ല, മറിച്ച് മൂർത്തമായ വികാരത്തിനാണ് ഉപയോഗിക്കുന്നത്. സ്വന്തം മകന്റെ ശവശരീരം കുഴിച്ചു മൂടാൻ ടാക്സിക്കൂലി വാങ്ങിയ ബെൻസ് എല്ലാം അറിഞ്ഞ് ബാത്റൂമിനകത്ത് ഇടനെഞ്ചു പൊട്ടി കരയുമ്പോൾ നിലത്തേക്ക് വീഴുന്നത് തരുൺമൂർത്തി ആക്ഷൻ പറഞ്ഞിട്ടല്ല. ശോഭനയുമൊത്തുള്ള കുടുംബരംഗങ്ങളിലെ മൃദുലമായ ശാന്തത മുതൽ ഏറ്റുമുട്ടലുകളിലെ പരിക്കൻ സ്വഭാവം വരെയുള്ള അദ്ദേഹത്തിന്റെ ശബ്ദ മോഡുലേഷൻ വൈകാരിക പ്രകടനത്തിന് അനുസൃതമായി ട്യൂൺ ചെയ്തിരിക്കുകയാണ്. ഈ സിനിമയുടെ തിരക്കഥയിൽ ഒരു ബെൻസ് ഉണ്ട്. തരുൺമൂർത്തി അത് ഷൂട്ട് ചെയ്യുമ്പോൾ ലാലിന് പറഞ്ഞു കൊടുക്കുന്നൊരു ബെൻസ് ഉണ്ട്. ഷൂട്ട് നടക്കുമ്പോൾ ലാലിലൂടെ ഒരു ബെൻസ് സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. സ്ക്രീനിൽ നമ്മൾ കാണുമ്പോൾ നാലാമതൊരു ബെൻസ് നമ്മിലേക്ക് അരിച്ചിറങ്ങുന്നുണ്ട്. അതാണ് ലാൽ മാജിക്. പ്രകാശ് വർമ്മയും ബിനു പപ്പുവും ഈ ചിത്രത്തിലൂടെ 100% ഔട്ട്പുട്ടാണ് തന്നിരിക്കുന്നത്. തരുൺമൂർത്തി നമുക്ക് പ്രിയപ്പെട്ട മോഹൻലാലിനെ തിരിച്ചു തന്നിരിക്കുന്നു.